പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലോകത്തുണ്ട്. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലത് പോസിറ്റീവായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. അപ്പം ചില ആളുകൾ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇത് ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടാണ്. ഞാൻ പറയാം, ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ യോഗം ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഇങ്ങനൊരു ദോഷം ശത്രുക്കളെ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശത്രു വന്ന് ഇത് ചെയ്യുള്ളൂ. വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് രോഗാവസ്ഥയാണ്, എപ്പോഴും അവർക്ക് അസുഖങ്ങളാവും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ 1.5 വർഷമല്ലേ ആയുള്ളൂ ഈ അസുഖങ്ങൾ? അതേ, 1.5 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഒരാളുടെ അടുത്ത് പോയപ്പം പറഞ്ഞു, ആഭിചാരം കൊണ്ടാണ് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്, അതിന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവരുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഡോറിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിന്ന് വരുന്ന ഒരു എനർജി, അവർ ആഭിചാരം ചെയ്യുകയോ ഒന്നും ചെയ്യല്ല, പക്ഷെ അവരുടെ ആ ഒരു എനർജി ഇവർക്കൊട്ടും ശരിയല്ല. അപ്പോൾ അതിന് ആ ഭാഗത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്, അത് വയ്ക്കാൻ പറഞ്ഞു. ഒരു ആ ചെടി അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം അസുഖം മാറി, പിന്നെ അസുഖമൊന്നും ആർക്കും ഉണ്ടായില്ല. നമസ്കാരം, ദേവപ്രാഗ് ആസ്ട്രോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ശാന്തി ചേച്ചി നമ്മുടെ കൂടെയുണ്ട്. നമസ്കാരം ചേച്ചി. നമസ്തേ. നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് തന്നെ പത്ര റിപ്പോർട്ടുകളിൽ കൂടെയൊക്കെ എത്രയോ നന്നായി ബിസിനസ് ചെയ്യുന്ന വളരെയധികം പേരെടുത്തവരൊക്കെ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ സ്ട്രെസ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. അതൊരു ഒരുപാട് തരത്തിലായി. ഇപ്പം നമ്മളിങ്ങനെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ചിലർക്ക് ഈഗോയുടെ ഒരു അതിപ്രസരം കൊണ്ട് തന്നെ സെൻറ്റഡ് ആയിട്ട് മനസ്സ് വയ്ക്കാൻ പറ്റാതെ വരും. ഞാൻ അടിമപ്പെടില്ല, എനിക്ക് പറ്റില്ല. ഈഗോ നമ്മൾ പറയും ഉന്മാദം, പിത്തോന്മാദം, വാദോന്മാദം, കഫോന്മാദം എന്നൊക്കെ ആയുർവേദത്തിൽ പറയുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ പിത്തം അധികരിക്കുന്ന ആൾക്കാർക്ക് ഈഗോ ഭയങ്കര കൂടുതലായിരിക്കും. അവർക്ക് ആ ഈഗോയെ ഹാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ താങ്ങാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള മാനസിക വൈകല്യങ്ങളും ഉണ്ട്. എല്ലാം നേടണം, ഞാൻ എന്നുള്ള ആ ഒരു ഭാവം അധികരിച്ച് നിൽക്കുന്ന വ്യക്തിക്ക് അതിനുണ്ടാകുന്ന ക്ഷതങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല, മറ്റൊരാളുടെ മുന്നിൽ കീഴ്പ്പെടാൻ ആഗ്രഹിക്കില്ല, സമ്മതിക്കില്ല. അതിലും ഭേദം സ്വയം ജീവൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ് അറിവില്ല, അത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ അറിവില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ ആരെങ്കിലും ഒന്ന് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ അത് ഒഴിവാക്കപ്പെടാമായിരുന്നു. അത് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ അത് ആരുടെയും അടുത്ത് സറണ്ടർ ചെയ്യാൻ ഇഷ്ടപ്പെടില്ല. അതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാനോ സമ്മതിക്കാനോ പറയാനോ ആശ്രയിക്കാനോ അവർ ഇഷ്ടപ്പെടില്ല. ആ ഭാഗത്തേക്ക് നോക്കാൻ അവരിഷ്ടപ്പെടുന്നില്ല. ചേച്ചി, ഇന്നത്തെ ഈ കാലത്ത് ചേച്ചി ഇപ്പോൾ ഒരു വാക്ക് പറയേണ്ടായി. ഇന്നത്തെ ഈ മോഡേൺ യുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടേ കേൾക്കുന്ന വാക്കാണ് ഈ ബാധ, ഭൂത, പ്രേതാദി ശല്യങ്ങൾ എന്നൊക്കെ. ഇപ്പോഴും ചേച്ചി ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോഴും ഈ ബാധ എന്ന് പറയുന്ന ഒരു കാര്യം ആർക്കെങ്കിലും ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് ചെയ്യിക്കാനാകുമോ? അത് ഒരു വിഷയം നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമുണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ലോകത്തുണ്ട്. അപ്പം നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലത് പോസിറ്റീവായ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരാളുടെ ജാതകത്തിൽ ചില കേസുകളിലുണ്ടാകും, അവർ പല സ്ഥലത്തും പോയി പല ആളുകളെ കണ്ടു, അപ്പോൾ ഇതെല്ലാം ആഭിചാരം കൊണ്ടാണ് ഇവർക്ക് സംഭവിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ശരിക്കും അങ്ങനത്തെ കുറേ കേസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിനും കാരണം ഏതോ അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികൾ ഓരോ സ്ഥലത്തിന് ഇങ്ങനെ ആഭിചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ജാതകത്തിൽ തന്നെ വ്യക്തമായിട്ടുണ്ട് അവർക്ക് മാനസിക അസ്വസ്ഥതയാണ്, മാനസിക അസ്വസ്ഥതയുടെ കാര്യങ്ങൾ ജാതകത്തിലുണ്ട്. അപ്പോൾ ചില ആളുകൾ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സങ്ങളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകും. ഇത് ആരെങ്കിലും ആഭിചാരം ചെയ്തിട്ടാണ്. ഞാൻ പറയാം, ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ യോഗം ഉണ്ടോയെന്നൊന്ന് നോക്കാം. ജാതകത്തിൽ യോഗം ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ കാണും ഇങ്ങനെ ഒരു കഷ്ടത്തിൽ കൂടി കടന്നു പോകാനുള്ള ഒരു കാരണമുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സംഭവം കൊണ്ടല്ലേ ഇതുണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അതിന് പരിഹാരം ചെയ്യുന്നുള്ളൂ. അപൂർവം നമ്മളീ പറയുന്നതിലൊരു 99% ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കണ്ടിട്ടുള്ളത്. ഒരു പക്ഷേ എൻ്റെ അടുത്ത് വരുന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ബാക്കിയുള്ള 1% ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടാവുക. അതിനവർ ചെയ്യേണ്ട എന്തെങ്കിലും പ്രാർത്ഥനകളോ വഴിപാടുകളോ ഒക്കെ ചെയ്യുമ്പോൾ അതങ്ങ് മാറും.
മാറുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ദോഷം ശത്രുക്കളെ കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ശത്രു വന്ന് ഇത് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് ചേച്ചി ഒരു സംശയം വരുന്നത്, നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഗ്രഹങ്ങൾ അപ്പോൾ അതിനെ സമ്മതിക്കുമോ? അങ്ങനെ ഒരാൾ നമുക്ക് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കാനായിട്ട് ആ ശക്തി യേശുമോ, നമ്മളുടെ യേശുമോ? അല്ല, ഗ്രഹങ്ങൾ നമ്മൾക്ക് സൂചന തരുമല്ലേ ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കണമെന്ന്. ആ പീരീഡിൽ ശത്രുക്കൾ നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അത് വെർബലി ആകാം, കർമ്മങ്ങൾക്കുണ്ടാകാം, ഫിസിക്കലി പരോക്ഷമോ പ്രത്യക്ഷമോ ഒക്കെ ആകാം. ആ കൂടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ചിലപ്പം ചെയ്തു എന്നും പറയാം. പക്ഷെ ഇത് വളരെ കുറവാണ്. ഒരിക്കലും വളരെ വിദ്യാഭ്യാസമുള്ള ഒരാൾ, വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് രോഗാവസ്ഥയാണ്, എപ്പോഴും അവർക്ക് അസുഖങ്ങളാവും. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് 1.5 വർഷമല്ലേ ആയുള്ളൂ ഈ അസുഖങ്ങളും? അതെ, 1.5 വർഷമേ ആയുള്ളൂ. അപ്പോൾ ഒരാളുടെ അടുത്ത് പോയപ്പം പറഞ്ഞു, ആ വിചാരം കൊണ്ടാണ് ഈ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്, അതിന് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഈ അസുഖം തുടങ്ങിയിട്ട് 1.5 വർഷമായി, ഇനി ഇത്രയും കാലം കൂടി ഇങ്ങനെയുള്ള ഒരു അസ്വസ്ഥത ഉണ്ടാകും, അത് കഴിയുമ്പോൾ മാറും, പ്ലാനറ്ററി പീരീഡ് ഇങ്ങനെ ആയതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പം നമ്മൾക്കിപ്പോൾ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വരും, രോഗങ്ങൾ വരും. ശരീരമുണ്ടോ രോഗങ്ങൾ വരും, ആരോഗ്യം വരും, അനാരോഗ്യം വരും, ഉയർച്ചയും വരും, താഴ്ചയും വരും, ജീവിതത്തിന് പ്രതിസന്ധികളും വരും, തോൽവിയും വരും. അതെല്ലാം ഒരാളെ ആരോ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആളോ, കൂടുതലും ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്നാണ് പറയുന്നത്. അതാണ് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്ന കാര്യം. അവ അങ്ങനെയുള്ള ആളുകൾ ഇരുന്ന് രാപ്പകല് അഭിചാരം ചെയ്തുകൊണ്ടാണെന്ന് ധരിക്കുന്നത് മൗഢ്യമാണെന്നാണ് എൻ്റെ ഒരു ഇത്ര പ്രായത്തിലെ എൻ്റെ ഒരു കണ്ടെത്താൻ പറയാൻ ഉള്ളത്. ചിലരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവർ അംഗീകരിക്കില്ല. ഇത് 3 പേര് പറഞ്ഞു ആ വിചാരം കൊണ്ടാണ്. അപ്പോൾ ഇത് അവര് ശത്രുക്കളാണ്, ശത്രുക്കളെ ഇല്ലാതെ ആക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇത് മനസ്സിലാണ് ഈ ശത്രു ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ എത്ര പറഞ്ഞാലും അത് സ്വീകാര്യമാവണം എന്നില്ല. അതാണ് ഒരു വലിയൊരു. എന്നാൽ ചില തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും, ഇല്ല എന്നല്ല. അപ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ, അവരൊരു പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറിക്കഴിഞ്ഞ് ആഴ്ചകളുടെ അടുത്ത് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആഴ്ചകളായി അവർക്ക് അസുഖമാണ്. അപ്പോൾ അസുഖം വരുമല്ലോ സ്വാഭാവികം. ഇങ്ങനെ അസുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എനിക്ക് ആകെ ഒരു ടെൻഷനാണ്, പുതിയ വീട്ടിൽ വന്നതിന് ശേഷം നമുക്കെല്ലാം ഇങ്ങനെ അസുഖങ്ങളാണെന്ന് പറയുമ്പോൾ വീടിൻ്റെ ഒരു ഐശ്വര്യം കൂടെ ആയിട്ട് അതിനെ ചിന്തിക്കുമല്ലോ ആളുകൾ എന്നുള്ളൊരു പക്ഷം. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരി നോക്കട്ടെ എന്ന് പറയും. അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള ഡോറിൻ്റെ ഓപ്പോസിറ്റുള്ള വീട്ടിൽ നിന്ന് വരുന്ന ഒരു എനർജി, അവർ ആഭിചാരം ചെയ്യുകയോ ഒന്നും ചെയ്യല്ല, പക്ഷെ അവരുടെ ആ ഒരു എനർജി ഇവർക്കൊട്ടും ശരിയല്ല. അപ്പോൾ അതിന് ആ ഭാഗത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ചെടിയാണ്, അത് വയ്ക്കാൻ പറഞ്ഞു. ആ ചെടി അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം അസുഖം മാറി, പിന്നെ അസുഖമൊന്നും ആർക്കും ഉണ്ടായില്ല. അപ്പോൾ അത് അവർ പോലും മനസ്സറിയുന്നുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷെ അവരുടെ ഊർജ്ജം ഇവർക്ക് സ്വീകാര്യമല്ല, പോസിറ്റീവ് അല്ല, അവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒന്നുമില്ല. അത് ഇവർക്ക് പോസിറ്റീവായി വരുന്നില്ല എന്ന് മാത്രം. പക്ഷെ അവിടെ നടക്കുന്ന ഇന്റർണൽ കോൺഫ്ലിക്ട്സിന്റെ ഒരു ഔട്ട്കം ആണോ ഈ എനർജി അവിടെ അവരുടെ വീട്ടിലോ? അത് നമുക്കറിയില്ലല്ലോ അവരെ പറ്റി. അവരുടെ ചില ആളുകൾ ചിലർക്ക് സ്യൂട്ടബിൾ അല്ലല്ലോ, ചില വൈബ്രേഷൻ പൊരുത്തപ്പെടില്ല അല്ലേ നമ്മൾക്ക്. നമ്മൾ സ്വാഭാവികമല്ലേ, ചില മനുഷ്യരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നും, ചിലരോട് നമുക്കൊരു അനിഷ്ടം തോന്നും, ചിലരോട് നമുക്ക് ഇഷ്ടം തോന്നി സംസാരിച്ച് വരുമ്പോൾ പിന്നെ അവരോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തവരും അങ്ങനെയൊക്കെ ഇല്ലേ ലോകത്ത്. അതേപോലെ തന്നെ ആ എനർജി സ്യൂട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അവരവിടെ കലഹം ഉണ്ടാക്കുന്ന ആളുകളോ ഒന്നും ആയിരിക്കണം എന്നില്ല. എനിക്ക് ചെറിയൊരു കഥയല്ല, ഒരു കാര്യം ഓർമ്മ. എൻ്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ കൽക്കത്തയിലുള്ള സമയത്ത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അച്ഛൻ്റെ സുഹൃത്തും ഞാൻ കുട്ടിയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ്റെ സുഹൃത്തോട് എന്തോടോ വിശേഷം എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയും, തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് സംസാരിക്കേണ്ടെന്ന്. അച്ഛൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പക്ക പാവം ഒരു മനുഷ്യനാണ്, എല്ലാവരെയും കണ്ടാലും ചിരിച്ച ഒരു കോഴിനോസ് പുഞ്ചിരിയൊക്കെ കൊടുത്ത അന്നത്തെ ഒരു പദപ്രയോഗം ഉണ്ടല്ലോ. എന്നോട് എൻ്റെ അച്ഛനോട് സംസാരിക്കും, പുള്ളി പോവും. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, തന്നോട് എത്ര തവണ, അച്ഛനേക്കാളും എളുപ്പമാണ്, എത്ര തവണ അയാൾ പറഞ്ഞു അയാളോട് സംസാരിക്കേണ്ട. അപ്പോൾ നല്ല എന്താ കാരണം എന്ന് എനിക്കറിയാം. ഞാൻ അയാളോട് ഇന്നേ വരെ മോശമായിട്ട് പെരുമാറുന്നില്ല, പക്ഷേ വിശേഷം ചോദിക്കുകയാണ്. പക്ഷെ ഇങ്ങോർക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ സഹിക്കില്ല. എന്നോട് ഞാൻ മുന്നേ പറഞ്ഞു, ഇത് പാപ്പം മുന്നേ എന്ന് പറഞ്ഞാൽ പിന്നെയും കണ്ടിട്ടുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞതല്ലേ എന്നോട് സംസാരിക്കേണ്ടെന്ന്.
അപ്പോൾ അത് അങ്ങനെ ആ ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്നത് എന്തായിരിക്കും? അവർക്കൊരു ഇഷ്ടം തോന്നുന്നുണ്ടാവില്ല അയാളോട് സംസാരിക്കുന്ന. ചിലപ്പോൾ എപ്പോഴെങ്കിലും സംസാരിച്ചപ്പോൾ ആ ദിവസം അയാൾക്ക് ഡിസ്കംഫർട്ടായിട്ട് തോന്നിയിട്ടുണ്ടാവും. അത് തന്നെ പിന്നെ ക്യാരി ചെയ്യുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അങ്ങനെ ഉണ്ടാകും എന്നുള്ള ഭയമാകാം. അയാളെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഫിയർ വരുന്നതാവും. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ഒരിക്കലും അങ്ങനെ ഒരു മിസ്ബിഹേവ് ചെയ്യുകയോ അദ്ദേഹത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിൽ സംസാരിക്കുകയോ ഒന്നുമില്ല എന്നാ പറയുന്നേ. കണ്ടെത്താനാവാത്ത നമ്മളുടെ മനസ്സെന്ന് പറയുന്നത് വളരെ നിഗൂഢമായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മളുടെ ബോധതലത്തിനേക്കാളും കൂടുതൽ ഹിഡൻ ആയിട്ടുള്ള മൈൻഡാണ് നമ്മളെ നയിക്കുന്നത്. 90% കൂടുതൽ അങ്ങനെയാണെന്നാണ് മോഡേൺ സയൻസ് പോലും പറയുന്നത്. അപ്പം അത് അബോധപൂർവം ഉണ്ടാകുന്ന ഒരു സംവേദനമാണ്. മനസ്സിലായില്ലേ, ഇത് ശരിയല്ല എന്നുള്ളത്. അതിന്റെ കാരണത്തെ പറ്റി അവർ അന്വേഷിക്കുന്നില്ല. എനിക്ക് കംഫർട്ടബിൾ അല്ല, ഫീല് വരുന്നുണ്ട്. അത് വീണ്ടും അനുഭവിക്കാൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അപമാനം കേൾക്കാനുള്ള യോഗവുമുണ്ട്. രണ്ടും ഉണ്ടാവണമല്ലോ. ഇത് കേൾക്കുന്ന ആളിന് പെയിൻ അല്ലേ, പെയിൻഫുൾ അല്ലേ ഒരാളെ അപമാനിക്കുക എന്നുള്ളത്. അത് പബ്ലിക്കായിട്ട് തന്നോട് എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഒരു വലിയൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഇത്രയും നേരം നമ്മളെ സംബന്ധിച്ച് ശാന്ത ചേച്ചിയുടെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, നോളജ് ഇതൊക്കെ നമ്മൾ കേട്ടു, അനുഭവിച്ചറിഞ്ഞു. ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ പറ്റാവുന്ന നിരവധി സഹായകമായ സൂചനകൾ അതിലുണ്ടായിരുന്നു. നിങ്ങൾ ഈ എപ്പിസോഡ് എൻജോയ് ചെയ്തിട്ടുണ്ടാവുന്ന, ഒപ്പം തന്നെ ജീവിതത്തിൽ പകർത്താനാവുന്ന സന്ദേശങ്ങൾ ഉൾക്കൊള്ളാനും ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. വളരെയധികം സന്തോഷം. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം ചേച്ചി. നമസ്തേ.